വെറും 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇറാനെ കീഴടക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയ്ക്ക് 184 ദിവസം കഴിയുമ്പോൾ സത്യത്തിൽ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ സകല താവളങ്ങളും, ഇറാന് ചുറ്റുള്ള അമേരിക്കയുടെ സകല താവളങ്ങളും ഇറാൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് സംഭവിച്ചത്. ഇത് സത്യത്തിൽ അബ്ബാസ് അരാക്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ ശരിക്കും ഒരു അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എങ്ങനെയാണ് ലോകത്തിൽ ഇത്രയും സൈനിക ശക്തിയായിട്ടുള്ള ഇത്രയും വലിയ മിസൈലുകളൊക്കെ ഉള്ള ഒരു രാജ്യത്തിന് ഇങ്ങനെ അടിപതറിപ്പോയത്? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ആ രാജ്യത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒക്കെ എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ അഫ്ഗാനിസ്ഥാനെ ഏതെങ്കിലും ഒരു തരത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇറാഖിന്റെ കാര്യത്തിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഏകദേശം കുറച്ച് എണ്ണപ്പാടങ്ങളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ കൂടെ വേറെ രാജ്യങ്ങൾ വെച്ചിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ അത് മറികടക്കാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ സിറിയ ആണെന്നുണ്ടെങ്കിലും ലിബിയ ആണെന്നുണ്ടെങ്കിലൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ കണക്കാണ്. പക്ഷേ ഇറാന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തില് അതിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ അതിന്റെ ഉള്ളില് എങ്ങനെയാണ് അതിന്റെ ഇന്റേണൽ കമ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ ധാരണ യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അതായത് അമേരിക്ക നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ കയ്യിൽ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള F-13 F-15 പോലെ F-15 പോലെയുള്ള വിമാനങ്ങളുണ്ട്. അതേപോലെ തന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഡിസ്ട്രോയേഴ്സ്, ഫ്രൈഗേറ്റ്സ് ഒക്കെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആർമിയാണ്. ഏത് മിസൈലിനെയും തടുത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ആന്റി മിസൈൽ സംവിധാനങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ ഇറാന് ചുറ്റുമുള്ള പല രാജ്യങ്ങളിലും എസ്പെഷ്യലി GCC കൺട്രീസിൽ മൊത്തത്തിൽ അമേരിക്കക്ക് ബേസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബേസിന് നേരെ അമേരിക്ക ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ബേസിൽ നിന്നെല്ലാം സംയുക്തമായിട്ട് ഇറാന് മേലെ ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇറാനെ പെട്ടെന്ന് കീഴടക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ ധാരണ എന്നുള്ളതാണ്. എന്നാൽ ആ ധാരണയാണ് തകിടം മറിഞ്ഞ് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോർമൂസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈറ്റ് ഇറാന്റെ കയ്യിലുള്ളതും ഇറാന്റെ കയ്യിൽ ഉൾക്കൊണ്ടതുമാണെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ കുറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ആയുധങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ വർക്ക് ആയിക്കോണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹോർമോസ് എന്ന് പറയുന്ന ആ 35 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ആ ഒരു സ്ട്രൈറ്റ്, അത്രയും വീതിയുള്ള ആ ഒരു സ്ട്രൈറ്റിനകത്ത് വലിയ വലിയ ഡിസ്ട്രോയറുകൾ ഉപയോഗിച്ചിട്ടോ വലിയ വലിയ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ചിട്ടോ അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ കയ്യിലൊരു മാങ്ങയുണ്ട്, നമ്മളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരാളെ വെടിവെച്ച് കൊല്ലാം. നമ്മളൊരു മാങ്ങ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പുഴു ചിലപ്പോൾ ഉള്ളിപ്പോയാലും മതി നമ്മളൊന്ന് തീരുമാനമാവാൻ. ഇതേപോലെ തന്നെയാണ് ഹോർമൂസിലും സംഭവിച്ചത്. അതായത് ഹോർമൂസിനെ കൺട്രോളിൽ എടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ എന്താ പറയാ നാവിക പട ഉപയോഗിച്ചിട്ടല്ല ഇറാൻ അതിന് ചെയ്തെടുത്തേ. പകരം നമ്മൾ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്ക ആദ്യം ആക്രമിച്ചത് ഈ പറയുന്ന ഇറാന്റെ നാവികസേനയാ. ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാന്റെ നാവികസേന ഇപ്പൊ ഹോർമൂസിന്റെ അടിയില്, വെള്ളത്തിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുക എന്നുള്ളതാണ്. ആ പറഞ്ഞ കാര്യം കറക്റ്റാ, 100% കറക്റ്റ് ആണത്. കാരണം അമേരിക്ക യൂസ് ചെയ്യുന്ന പോലെയുള്ള ഫ്രൈഗേറ്റ്സ് ഒന്നും തന്നെ ഇറാൻ ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല ഉള്ളതിനെ അമേരിക്ക നശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അത് നശിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഹോർമൂസിന്റെ മൊത്തം കൺട്രോളും ഹോർമൂസിന് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇറാന്റെ നാവികസേന നശിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹോർമൂസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈറ്റിൽ വലിയ വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന പാത എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആഴം കൂടിയ സ്ഥലങ്ങളിലൂടെ മാത്രമേ വലിയ വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അവിടെ ആ ഹോർമൂസിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ നശിപ്പിച്ചിട്ടുള്ള ഇവരുടെ കയ്യിലുള്ള ഈ ഡിസ്ട്രോയേഴ്സോ ഫ്രൈഗേറ്റ്സോ വെച്ചിട്ട് പറ്റൂല എന്നുള്ളത് ഇറാന് നന്നായിട്ട് അറിയാം. പകരം അവിടെ യൂസ് ചെയ്തത് അവർ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളാണ്. ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളെ തടയാനോ
തടയിടാനോ അതിന്റെ പ്രസൻസ് തിരിച്ചറിയാനോ അമേരിക്കക്ക് ഹോർമൂസിൽ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കാണണ്ടേ. അത് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കൻ നാവികസേന, അതായത് അമേരിക്കയുടെ ഏറ്റവും പ്രിസീസ് ആയിട്ടുള്ള 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബഹ്റൈനും, അവിടെ നിന്നും അമേരിക്കയുടെ ഓപ്പറേഷൻസും അവിടെ ഉണ്ട്. ഇപ്പൊ കപ്പൽ കമ്പനികൾ പൊതുവെ വിചാരിച്ച ഒരു സാധനമുണ്ട്, ലോകത്ത് എല്ലാവരും വിചാരിച്ച ഒരു സാധനം അത് തന്നെയാണ്. അമേരിക്കയുടെ എസ്കോർട്ടോട് കൂടെ, ഇത്തരത്തിലുള്ള അമേരിക്കൻ പ്രസൻസോട് കൂടെ അതിലൂടെ കടന്നു പോവാന്നുള്ളതാണ് ഇത് വിചാരിച്ചേ. പക്ഷേ അതിനെ എല്ലാം തകിടം മറിച്ചിട്ടാണ് ബോട്ടിൽ ഈ പറയുന്ന മിസൈല് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇറാൻ ആ മൂവ്മെന്റിനെ എല്ലാം തടുത്തത്, മൊത്തത്തിൽ അതിനെ തകിടം മറിച്ചത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, മൊത്തത്തില് ഈ GCC രാജ്യങ്ങളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഈ രാജ്യങ്ങൾക്ക് മേലെ ഇറാന്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഹെവി ആയി മാറുകയും ചെയ്തു. അതിൽ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഇറാൻ അവിടെ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു മിസൈലിനെ അങ്ങ് വിട മാത്രമല്ല ചെയ്തത്. ഇപ്പോൾ ഒരു മിസൈലിനെ, ബാലിസ്റ്റിക് മിസൈലിൽ ഒരു മിസൈലിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ടാർഗറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ നശിപ്പിക്കാനും പറ്റും. പക്ഷെ ഒരു കോൺവോയ് ആയിട്ടാണ് സത്യത്തിൽ സ്വാം അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് ഇറാൻ അവിടെ ഉപയോഗിച്ചത്. ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകളും ഒരേപോലെ ഉപയോഗിച്ചു. മൾട്ടിപ്പിൾ ടാർഗറ്റുകൾ ഒരുമിച്ച് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ഈ പറയുന്ന റഡാറുകളും അതേപോലെ തന്നെ അത്തരം സിസ്റ്റങ്ങളൊക്കെ ജാം ആവുന്ന രീതിയിലേക്കും അതേപോലെ തന്നെ അത് ഓവർ ലോഡ് ആവുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറും. അതിലെ 100 എണ്ണം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 എണ്ണം പോയിട്ട് ഈ പറയുന്ന ഇവരുടെ ബേസിൽ വീഴുകയും ചെയ്തു. ഒരൊറ്റ മിസൈല് വീണാൽ തന്നെ ആ ബേസ് പിന്നീട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം ആ ബേസിലുള്ള ഓരോ എലമെന്റുകളും ഓരോ ഏരിയകളും ഒരു വാറിന്റെ സമയത്ത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ളതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തുടർച്ചയായിട്ട് ഇവര് ആദ്യമേ ടാർഗറ്റ് ചെയ്തത് ഈ മിസൈലുകളെ, വരുന്ന മിസൈലുകളെ അമേരിക്ക തടുക്കുന്ന സിസ്റ്റങ്ങളുണ്ട്, പാട്രിയോട്ട് പോലെയുള്ള സിസ്റ്റങ്ങൾ, അതിനെ ആദ്യമേ തകർത്തില്ലാതാക്കുകയും അതിനുശേഷം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാതെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് വില കുറഞ്ഞ രീതിയിലേക്കുള്ള അറ്റാക്ക് നടത്തുകയും ചെയ്തു. അപ്പോ ഇവിടെ ഇറാൻ ഉപയോഗിച്ച മറ്റൊരു തന്ത്രം കൂടെയുണ്ട്, അമേരിക്കയെ സാമ്പത്തികമായിട്ട് തളർത്തുക എന്ന് പറയുന്നത്. അതായത് ആനയും എന്താ പറയാ ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു ഈ അമേരിക്കയുടെ യുദ്ധത്തിന്റെ ടാക്ടിക്സിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് കുഞ്ഞു കുഞ്ഞു ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് വിലയുള്ള ആന്റി മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇതിനെ പ്രതിരോധിക്കുന്ന മിസൈലുകളുടെ വില എന്ന് പറയുന്നത് കോടികളാ. 1,00,000 രൂപയുള്ള മിസൈൽ ഒരു ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 1 കോടി വിലയുള്ള മറ്റൊരു മിസൈൽ. ഇതെങ്ങനെ ശരിയാവും? അപ്പോൾ ദീർഘമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ അങ്ങ് തളച്ചിടുകയും ചെയ്തു. അതേപോലെ തന്നെ അഭിമാനബോധം കൊണ്ട് അമേരിക്കക്ക് അവിടെ നിന്ന് പിന്മാറാനും പറ്റിയില്ല. അതേപോലെ തന്നെ ഇറാൻ കുഞ്ഞു കുഞ്ഞു ചീപ്പ് സാധനം കൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് അമേരിക്ക യൂസ് ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളായി മാറാൻ കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ എന്താ പറയുക, ഇവരുടെ ലോഞ്ചിങ് പാഡുകൾ അമേരിക്ക വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് ഈ ആക്രമണം തുടങ്ങുന്ന സമയത്ത്. അതായത് മൊബൈൽ ലോഞ്ചറുകളാണെന്നുണ്ടെങ്കിലും ലോഞ്ചിങ് ഫിക്സഡ് ആയിട്ടുള്ള ലോഞ്ചിങ് പാഡുകളാണെന്നുണ്ടെങ്കിലും അമേരിക്ക വ്യാപകമായി നശിപ്പിച്ചു. പക്ഷെ പിന്നെ എങ്ങനെയാണ് F-35ഉം F-15ഉം അപ്പാഷെ ഹെലികോപ്റ്ററുകളും അതേപോലെ തന്നെ MQ-9 റീപ്പർ ഡ്രോണുകളുടെ ശവപ്പറമ്പായിട്ടും ഇറാൻ മാറിയത്? അവിടെ ഇറാൻ ഉപയോഗിച്ച മറ്റൊരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു. അതായത് വലിയ മിസൈലുകൾ ഉപയോഗിച്ചിട്ട് വലിയ ലോഞ്ചിങ് പാഡുകളിൽ വെച്ചിട്ട് നടത്തുന്ന അറ്റാക്കിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് IRGC ഉപയോഗിച്ചത് ഷോൾഡറിൽ മൗണ്ട് ചെയ്ത് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റങ്ങളാണ്. അപ്പോൾ അത്രയും ഉയരത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിമാനങ്ങളെ എങ്ങനെയാണ് ഷോൾഡറിൽ വെച്ച് അടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാനിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മലനിരകളെ മറയാക്കിയിട്ട് താഴ്ന്നു പറക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ ആ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പം മലനിരകളിൽ താഴ്ന്നു പറക്കുമ്പോൾ മലനിരകളിലുള്ള ഈ പട്ടാളക്കാർ ഷോൾഡറിൽ വെച്ചിട്ട് ഈ സാധനത്തിനെ മൊത്തത്തിൽ അടിച്ചിട്ടു. അപ്പോൾ ഈ അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇറാനിലോട്ട്, അതായത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും കൗതുകപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് 70-70 വർഷം പഴക്കമുള്ള ഇറാന്റെ കയ്യിലുള്ള
ഈ പറയുന്ന വിമാനങ്ങളെ, അറ്റാക്കിംഗ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇറാൻ ആക്രമണം നടത്തി എന്ന് പറയുന്നത്. GPS-ഉം അതേപോലെ തന്നെ സകല ട്രാക്കിംഗ് സംവിധാനങ്ങളും ഒഴിവാക്കിയിട്ട് പേപ്പർ മാപ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന വിമാനങ്ങൾ ഈ ഈ ഈ അമേരിക്കക്ക് നേരെ അറ്റാക്ക് നടത്തി എന്നുള്ളത് ഇപ്പം അടുത്ത് പുറത്തു വിട്ടിട്ടുണ്ട് അവരത്. എങ്ങനെയാണ് അവർ ആ അറ്റാക്ക് നടത്തിയെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അമേരിക്ക വിചാരിക്കാത്ത തലത്തിലുള്ള രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ കാര്യങ്ങളെ കൊണ്ടുപോയത്. പിന്നെ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പെട്രോളിന്റെ വില കൂടിയതും അതേപോലെ തന്നെ യൂറോപ്പും മൊത്തത്തിൽ പെട്രോൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക്, പെട്രോളിന്റെ റേറ്റ് കൂടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന രീതിയിലേക്കും, അമേരിക്കയുടെ ആഭ്യന്തര മാർക്കറ്റിൽ സാധനങ്ങൾക്ക് വില കൂടുന്ന രീതിയിലേക്കും, അതേപോലെ തന്നെ യുദ്ധം നിർത്തിവെച്ചിട്ട് കല്ല് താഴേക്ക് വീഴുന്ന പോലെ പ്രൈസ് വന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വില കുറക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ട് അമേരിക്കയുടെ മൂട്ടിൽ തന്നെ തീ പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന രീതിയിലേക്ക് ഇറാൻ അതിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അവിടെയാണ് അബ്ബാസ് അറാക്ചിയുടെ ഈ പറയുന്ന വാക്കുകൾ പ്രശസ്തമാവുന്നത്. 48 മണിക്കൂർ കൊണ്ട് യുദ്ധം തീർത്തു പോവാം എന്ന് വിചാരിച്ച് വന്ന അമേരിക്കക്ക് 184 ദിവസമായിട്ട് പോലും അതിനകത്തൊരു സിംഗിൾ വിക്ടറി കാണിക്കാൻ അമേരിക്കക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ സോവർജിൻ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് നേരെ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സോവർജിൻ ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ അമേരിക്ക തുനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് അമേരിക്ക അനുഭവിക്കുന്ന ഏറ്റവും പുതിയ ഒരു എക്സാമ്പിളാണ് ഈ ഇറാൻ വാർ എന്ന് പറയുന്നത്.